കരച്ചിൽ തുടങ്ങാറായില്ലേ? ഏയ്, വരുണിന്റെ രാധികയുടെ മുറിയില് ഇവൾ ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അതറിഞ്ഞിട്ട് തന്നെ കാര്യം. വന്നേ. ഇങ്ങോട്ട് വന്നേ. പ്രിയങ്കെ, നീ എന്തിനാ അവിടെ പതുങ്ങി നിന്നത്? നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? പറഞ്ഞേ. ഞാൻ രാധിക ചേച്ചിയെ കാണാൻ വന്നതാ. എനിക്ക് ഒറ്റയ്ക്ക് കിടന്നിട്ട് പേടിയാവുന്നു. ആ മുറി നിനക്ക് ഓർമ്മയില്ലേ? ആ മുറിയില് നീ കിടന്നിരുന്നത് ഓർമ്മയില്ലേ? പ്രിയങ്കെ, വരണം, നീയും ആ മുറിയിലാ കിടന്നിരുന്നത്. നീയും വരണം ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. നിങ്ങളെ ഒരു കട്ടില്ല ഉറങ്ങിയത്. ഒന്ന് ഓർത്തു നോക്കി. ഓർമ്മ വന്നോ? വരുണിന്റെ കൂടെ മണവാട്ടിയായിട്ട് വന്നതും ഇവിടെ ജീവിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ആ, എങ്കി പറ, വരുൺ ആരാ? ചേട്ടൻ, ചേച്ചിയുടെ ചേട്ടൻ. ഓ കുന്തം. എടി പൊട്ടി, നിന്റെ ഭർത്താവിനെ ആ രാധിക തട്ടിയെടുത്തിരിക്കുന്നത്. നിനക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ആ വാതിലിനെ തട്ടിയിട്ട് അവളെ വിളിച്ച് പുറത്തിറക്ക്. ഇന്നലെ അവള് ജ്യൂസ് എടുത്ത് കുടിച്ചത് ഞാൻ കണ്ടതാണല്ലോ. മുത്തശ്ശി പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ അവള് ചാവേണ്ട സമയം കഴിഞ്ഞു. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ഭഗവാനെ, വരുണായിട്ട് ആദ്യമായിട്ടാ ഒരു ദൂരയാത്ര പോകുന്നത്. വരുണൊരു വലിയ ബിസിനസ്സുകാരനാ. വരന്റെ യോഗ്യതയ്ക്കനുസരിച്ച് പെരുമാറാൻ എനിക്ക് പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. യാത്രയ്ക്ക് ഒരു കുഴപ്പം വരാതെ നോക്കിക്കോണേ. ഈ സന്തോഷം എന്നെ നിലനിർത്തി തരണേ. അപ്പോ നീയല്ലേ പറഞ്ഞു ജ്യൂസ് മുഴുവൻ അവൾ കുടിച്ചെന്ന്? ജ്യൂസ് കുടിച്ചത് സത്യ, പക്ഷെ അവക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതെ, മുത്തശ്ശിക്ക് എവിടുന്നായി വിഷം കിട്ടിയത്? ആരാ മുത്തശ്ശി പറ്റിച്ച്? നീ എന്താ മോളെ ഈ പറയുന്നേ? എടി, അത് മാരകമായ വിഷമാ. അത് അകത്ത് ചെന്നിട്ടുണ്ടെങ്കിലേ അവള് പിന്നെ നിന്റെ മുമ്പിൽ നേരെ നിക്കില്ല. എന്തൊക്കെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നെന്നറിയോ? ഒരു തെളിവ് അവശേഷിക്കാതെ അവളെ തീർക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിരുന്നു ഇത്. ഓഹ്, ഇവിടെ നിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരു മരണ ചടങ്ങുണ്ടെന്നും പറഞ്ഞ് ഞാൻ ആഘോഷിക്കാനിരിക്കായിരുന്നു. എടി മോളെ, ചില ആളുകൾക്ക് മരുന്നുകളൊക്കെ കുറച്ച് വൈകിയല്ലേ ഏക്കൂ. ഇനി അങ്ങനെയെങ്ങാനും ആണെങ്കിലോ?
മോള് കുറച്ചു നേരവും കൂടി ഒന്ന് നോക്കിയിട്ട് മുത്തശ്ശിയെ വിളിച്ചാ മതി. എനിക്കിനി ആരും നോക്കാനും താല്പര്യമില്ല, ആരും വിളിക്കാനും താല്പര്യമില്ല. അതെ, ശരിക്കും എന്താ യാത്രയുടെ ഉദ്ദേശം? തന്റെ മനസ്സിൽ ഇപ്പൊ കുറച്ചെങ്കിലും സന്തോഷമുണ്ടോ? കുറച്ചോ? എന്റെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോ അതാണ് ഈ യാത്രയുടെ ഉദ്ദേശം. എന്റെ പെണ്ണ് ഹാപ്പി ആയിട്ടിരിക്കും. പ്രിയങ്ക കണിമംഗലത്ത് തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ താനതൊന്നും കാണിക്കില്ലല്ലോ. അത് ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനിയുടെ മകള് കുഞ്ഞുനാൾ മുതലേ ശീലിച്ചാണല്ലോ. എല്ലാം അങ്ങ് സഹിക്കുക. പിന്നെ യാത്രയിൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ?